സ്റ്റാർ സെലിബ്രിറ്റി വിനയ് ഫോർട്ട് ആട്ടം ഇറങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു. എനിക്ക് ഓർക്കുന്നുണ്ട്. രാജ്കുമാർ ഹിറാനിയുടെ സിനിമയുണ്ട്. ഇന്ത്യയിലെ മഹത്തായ ചലച്ചിത്രകാരന്മാരുടെ ഒക്കെ സിനിമയുള്ള ഒരു സ്പേസ്. മണി വാല്യൂ നമ്മൾ ഭയങ്കര ഹാർഡ് ഉണ്ട് മണി. നമസ്കാരം സുഹൃത്തുക്കൾ, കൂട്ടുകാർ. ഇത് പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് എല്ലാ ദിവസവും വിളിച്ച് സംസാരിച്ച് മീറ്റ് ചെയ്താലാണ് ആ ബന്ധം നിലനിൽക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുള്ള കുറെ കൂട്ടുകാരുണ്ട്. മറിച്ച് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധമായിരിക്കാം. അത് വല്ലപ്പോഴും ഒന്ന് വിളിച്ച് ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം, സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരുമുണ്ട്. അവര് നമുക്കൊരാവശ്യം വന്നാൽ ഓടി വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാരാണ് എനിക്ക് കൂടുതലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അങ്ങനെ എപ്പോഴും വിളിച്ച് സുഖമാണെന്ന് ചോദിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിലൊരു സുഹൃത്താണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സ്റ്റാർ സെലിബ്രിറ്റി വിനയ് ഫോർട്ട്. വിനയ്, ഞാൻ വിനയ് എന്ന് തന്നെ വിളിക്കും. ഞാൻ സാധാരണ വിനയ് ബായ് എന്നൊക്കെ വിളിക്കും. പക്ഷെ അത് ഒത്തിരി അങ്ങ് ഞാൻ കയറുന്നില്ല. പക്ഷെ എന്ത് വേണമെങ്കിലും വിളിച്ചു. അപ്പം ഞാനിപ്പോൾ നമ്മൾ നോർമലി ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ വെച്ചൊരു പരിപാടി നമ്മുടെ വണ്ടികളുടെ പരിപാടിയാണ്. അപ്പം പക്ഷെ ഇത് എനിക്ക് അങ്ങനെയല്ല, ഇത് പേഴ്സണലാണ്. അപ്പം ഞാൻ പേഴ്സണലി തുടങ്ങുമ്പോൾ ഞാൻ ആട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആട്ടം ഇറങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു. ഓർക്കുന്നുണ്ടോ? എനിക്ക് ഓർക്കുന്നുണ്ടോ? ഒന്ന് പറയാം. കുറച്ച് കഴിഞ്ഞിട്ടാണ്. കുശുമ്പായിരുന്നു അത്. അല്ല, അത് കുറച്ചും കൂടി കഴിഞ്ഞുകൊണ്ട് കൂടുതൽ ഓർക്കും. അപ്പൊ ആ സിനിമ ഇറങ്ങിയ ടൈമിന് കുറെ മെസ്സേജസ് വരുമല്ലോ. റോഷൻ കുറച്ച് നാൾ കഴിഞ്ഞ് കണ്ടിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ നമ്മളത് ഓർത്തിരിക്കും. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അത് അയച്ചത്. കാരണം ഞാൻ സാധാരണ അങ്ങനെ സിനിമ കണ്ടു അല്ലെങ്കിൽ കൊള്ളാം എന്നൊക്കെ പറയും. പക്ഷെ ഇത് അമേസിങ് വർക്ക്. കാരണം ഇത് ഞാൻ അങ്ങനെ നേരിട്ട് ഒരാളോട് പറയാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ മെസ്സേജ് ഇട്ടത്. എങ്ങനെ സാധിച്ചു അത്? അല്ല, ഒരു ഹോൾ സെറ്റപ്പ്. ആട്ടം ഞാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ ആട്ടത്തിന് ഈ വർഷം, അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയുടെ അവാർഡ് കിട്ടിയ സിനിമയാണ്. അപ്പൊ ആട്ടം ഉണ്ടായ കഥ ഞാൻ പറഞ്ഞ ആളുകൾ കേട്ട് ബോറടിച്ചാണ്. ഞാനും കേട്ടു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനോട് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പറ്റം സുഹൃത്തുക്കൾക്ക് അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫുൾ ക്രെഡിറ്റ് ചെയ്ത ഒരു റൈറ്റർ, ഡയറക്ടർ ആനന്ദ് കൃഷി. കാര്യം ആനന്ദ് ഞങ്ങളുടെ കൂടെ നാടകം കളിക്കുന്ന ആളാണ്. ആനന്ദ് അങ്ങനെ ആനന്ദ് ആകെ ഇംതിയാസ് അലിയുടെ കൂടെ ഒരു പടത്തിൽ വർക്ക് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേറെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാനില്ല. ഒരു മലയാള സിനിമയിൽ കൂടി അസിസ്റ്റ് ചെയ്യാത്ത ആളാണ്. പക്ഷെ എന്താ പറയാ, കഴിവുണ്ട്, എക്സ്ട്രീംലി ടാലന്റഡ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെയൊക്കെ വിഷൻ ഭയങ്കര ട്രൂത്ത്ഫുള്ളും ഓണസ്റ്റും ആയിരുന്നു. കാര്യം പൊതുവെ മലയാള സിനിമകളിൽ ആക്ടേഴ്സിന് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ആക്ടേഴ്സിന് റിഹേഴ്സൽസ് ഉണ്ടാകാറില്ല. ഞങ്ങളോട് നാടകം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷമാണ് റിഹേഴ്സൽ. ഞങ്ങളെല്ലാവരും ജീവിതത്തിന്റെ പല തുറകളിൽ പല ജോലികൾ എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഞാൻ പഠിക്കുമ്പോഴായിരുന്നു നാടകം കളിച്ചത്. അപ്പോൾ നമുക്ക് എപ്പോഴും റിഹേഴ്സൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞായറാഴ്ചകളിലാണ് ഏതാണ്ട് ഒരു വർഷം എടുത്തിട്ട് ഒരു നാടകം ചെയ്യുന്നത്. ഒരു വർഷം നമ്മൾ മറ്റേ 50 കോടി 100 കോടി രൂപയുടെ സിനിമയൊക്കെ നിർമ്മിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ, അല്ലേ? പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരിക്കലും ഒരു ആക്ടേഴ്സിന് പ്രീ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവർക്ക് റിഹേഴ്സൽസ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഞങ്ങള് ഈ സിനിമ ചെയ്യാൻ നേരം എനിക്കും ആനന്ദിനും ഉണ്ടായ ഈ സ്ക്രാച്ച് മുതൽ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്താണ്. ഈ ആശയം ഞാൻ ആനന്ദിനോട് പറയുകയും ആനന്ദ് എനിക്ക് 1 ലൈൻ തരികയും 1 ലൈനിൽ നിന്ന് ഞങ്ങൾ ഒരു പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുകയും അതിലൂടെ ഒരു ഡയറക്ടറിനെ, ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കുകയും. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇമ്മൻസ് ബഡ്ജറ്റുള്ള ഒരു സിനിമയല്ല. ഞങ്ങളുടെ ഒരു ഭയങ്കര പാട്ടോ ഫൈറ്റ് സീക്വൻസോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര ഹാർഡ് കോർ കമേഴ്ഷ്യൽ എലമെന്റ്സ് ഇല്ലാത്തൊരു സിനിമയാണ്. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞങ്ങളുടെ കയ്യിൽ ഗംഭീര നടന്മാരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ലൈഫ് പോലെയാണ് ഈ സിനിമ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗംഭീരമായിട്ട്, അതായത് മറ്റേ സ്ക്രീൻ പ്ലേയിൽ ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബീങ് ആൻ ആക്ടർ ട്രെയിനർ, ബീങ് എ ട്രെയിൻഡ് ആക്ടർ, എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ ആക്ടേഴ്സിനെ മുഴുവൻ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇവരെല്ലാം തിയേറ്റർ ആക്ടേഴ്സ് ആണ്. അവരെ സിനിമയിലേക്ക് കൊണ്ടുവരണം, റിയലിസ്റ്റിക് ആക്ടിങ്ങിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇത്തരം നമ്മുടെ പരിമിതികൾ അറിഞ്ഞ് നമ്മൾ ആ പരിമിതികളിൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു. അറൌണ്ട് 30-35 ഡേയ്സ് റിഹേഴ്സൽസ് ചെയ്തു. അപ്പൊ ഈ പറയുന്ന പോലെ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ അതിന്റെയൊക്കെ റിസൾട്ട് ആയിരിക്കാം മണിരത്നം സാറിന്റെ സിനിമ ഉണ്ട് അവിടെ,
രാജ്കുമാർ ഹിറാനിയുടെ സിനിമയുണ്ട്. ഇന്ന് ഇന്ത്യ കണ്ട മഹത്തായ ചലച്ചിത്രകാരന്മാരുടെ ഒക്കെ സിനിമയുള്ള ഒരു സ്പേസിൽ, അല്ലെങ്കിൽ കാന്താര പോലെ 300, 400, 500 കോടി രൂപ കളക്ട് ചെയ്ത സിനിമയുടെ കൂടെയാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയുടെ അവാർഡ് കിട്ടി, ആനന്ദിന് മികച്ച സ്ക്രീൻ റൈറ്ററിന്റെ അവാർഡ് കിട്ടി, ഞങ്ങളുടെ എഡിറ്ററിന് മികച്ച എഡിറ്ററിന്റെ നാഷണൽ അവാർഡ് കിട്ടി. അല്ല, ചെറിയ കാര്യമല്ല. കാരണം അതൊരു ഒരുപാട് ഇന്റൻസ് ആയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ അതിനകത്തേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള കുറെ പേരുടെ എനിക്ക് ഏറ്റവും സന്തോഷം ഹോപ്പാണ്. ഞങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതിന്റെ അപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന തലമുറക്ക്, സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വരാത്തൊരു സ്പേസിൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രാഫ്റ്റിലും നിങ്ങളുടെ ടീമിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടാമെങ്കിൽ, ഞങ്ങളെപ്പോലെ സിനിമയെ സ്നേഹിക്കുന്ന, സത്യസന്ധമായിട്ട് സിനിമയെ സമീപിക്കുന്ന ആർക്കും കിട്ടും നാഷണൽ അവാർഡ്. ഞാൻ ആ ഹോപ്പാണ് നമുക്ക് കൊടുക്കാം. ഞാൻ ഇത് മെസ്സേജ് അയച്ച സമയം കമ്മിങ് ബാക്ക് ടു ദ മെസ്സേജ്, കാരണം ഞാൻ മെസ്സേജ് പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്തൊരു എന്തെങ്കിലും ഒന്ന്, കാരണം ഞാൻ എനിക്ക് വിനയ പറയാനായിട്ട് ഞാനൊരു 10-12 വർഷമായിട്ട് നമുക്കറിയാം. നമ്മുടെ ഹലോ നമസ്തേ നമുക്കറിയാം. അന്ന് തൊട്ട് പല സിനിമകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് എനിക്ക് അതിനകത്തൊന്ന് ഭാഗമാകണം എന്ന് ഭയങ്കരമായിട്ട് അങ്ങ് തോന്നിയത്. കാരണം ആക്ടിങ് അറിഞ്ഞിട്ടല്ല, പക്ഷെ എല്ലാവരും ട്രെയിൻഡ് ആണ്, എല്ലാവരും പഠിച്ച ആൾക്കാരാണ്. ഇല്ല റോഷൻ, ഇപ്പൊ റോഷൻ ഹലോ നമസ്തേ അഭിനയിച്ച ആളല്ലേ? അല്ല, ഞാൻ പറഞ്ഞു റോഷന്റെ കാലിബർ ഉള്ള ഒരു ആക്ടർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ആക്ടേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ട്രസ്റ്റ് നമുക്കുണ്ട്. ആകെ വേണ്ട നിങ്ങൾക്ക് അർപ്പണബോധം ഉണ്ടാവണം. ഇപ്പൊ ജനറൽ സിനിമ സെനാരിയോയില് ഒരു ആക്ടറിനെ വിളിച്ചിട്ട് 35 ദിവസം റിഹേഴ്സലിന് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയാള് സിനിമയിലുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത്ര കമ്മിറ്റഡായി ആസ് എ ടീം വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതാണ്. അപ്പം ആർക്കാണെങ്കിലും ഇങ്ങനൊരു സംഗതി, ഇങ്ങനൊരു സിനിമ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അതിനകത്തേക്ക് ഇറങ്ങിയാൽ യു ക്യാൻ ബി ആൻ ആക്ടർ ഡെഫിനറ്റ്ലി ഇഫ് യു ഹാവ് ദാറ്റ് പൾസ് ഇൻസൈഡ് യു. അല്ലേ, അതാണ് അതിനകത്ത് ഏറ്റവും പറഞ്ഞ പോലെ ദാറ്റ് ഈസ് എ മെയിൻ തിങ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇങ്ങനെ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആണ് നമ്മളെ ഇതൊക്കെയുള്ളപ്പോ ഈ സിനിമ അൾട്ടിമേറ്റ്ലി ഡയറക്ടേഴ്സ് മീഡിയമാണ്. അതെ അതെ അതെ. അപ്പൊ ഞങ്ങളെ ലീഡ് ചെയ്യാൻ ഒരു ഗംഭീര ലീഡർ ഉണ്ടായിരുന്നു, ഒരു മൈൻഡ് ബ്ലോയിങ് സ്ക്രീൻ റൈറ്റർ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച തിരക്കഥയായി തെരഞ്ഞെടുക്കപ്പെട്ട തിരക്കഥയിലാണ് ഞങ്ങൾ അഭിനയിച്ചത്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിലും ഉപരി നമ്മൾ അതിപ്പോ റോഷൻ അറിയാലോ, ഇപ്പൊ കലയെ മാത്രമല്ല എന്തിനേയും നമ്മൾ വളരെ സത്യസന്ധമായി സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര്, ഒരാളല്ല എല്ലാവരും അങ്ങനെയാണ്. ഈവൻ ഷാൻചേട്ടനാണെങ്കിലും ആ ഒരു പൾസിൽ നിങ്ങളുടെ ഒപ്പം നിന്ന് വന്ന പുള്ളി ഇത്രയും സീനിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും. എനിവേസ് നമ്മൾ സീരിയസ് കോൺവെർസേഷനിലേക്ക് പോകുന്നില്ല. എന്റെ ഇമ്മീഡിയറ്റ്ലി ഉള്ള റിലീസ് എനിക്കിപ്പം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം കാണുമ്പോൾ ഹലോ നമസ്തയിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു റോക്കറ്റ് വിട്ടുപോലെ ആയിരുന്നു. യു ഹാവ് ഗോൺ സോ ഹൈ, ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയി. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു 10% കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ബീങ് ആൻ ആക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു 10% കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നമ്മൾ കാര്യം ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ പോലൊരു സാധാരണക്കാരൻ ഏറ്റവും ശക്തമായിട്ടുള്ള നടന്മാരുള്ള ഒരു ഇൻഡസ്ട്രിയിൽ 15 വർഷം സിനിമ മാത്രം ചെയ്ത് ജീവിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന്റെ ഒരു ആ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നുണ്ട്, വേറെ ഒന്നും. പക്ഷെ അതൊരു ഇറ്റ്സ് എ ഹാർഡ് വർക്ക്. 100% ഹാർഡ് വർക്ക് ആണ്, ഡെഡിക്കേഷൻ ആണ്. ആൻഡ് യു ആർ എ ടാലന്റഡ് ആക്ടർ. അത് അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും 15 കൊല്ലം പിടിച്ചു വെക്കില്ല. ആണ് ഞാൻ ടാലന്റ്. അത് തീർച്ചയായിട്ടും എനിക്ക് പല ആളുകളും അവര് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ക്രിഞ്ചടിക്കും. അത് കാഴ്ചക്കാരാണല്ലോ പറയണത്. എങ്കിലും ഇത് വലിയൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ലൈഫിലെ തന്നെ വലിയ അച്ചീവ്മെന്റ് ആണ്. നമ്മളൊരു 15 വർഷം ഇത്രയും, അതായത് നമ്മള് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള ആക്ടേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രി ഏതാണെന്ന് വെച്ചാല് ഞാൻ പറയും മലയാളം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് വെരി ഗുഡ്. ആൻഡ് ഐ ആം ഓൾസോ പ്രൗഡ് ബീയിങ് എ ഫ്രണ്ട്. അതെ, ബീയിങ് എ ഫ്രണ്ട്. എന്താണ് അടുത്ത്? ഇനി സംശയം എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കും. സംശയം ഇപ്പോൾ ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഞാൻ സിനിമകൾ ചെയ്തിട്ട് ഇപ്പൊ ആട്ടം എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ തമാശ എന്ന് പറയുന്ന പോലെയൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും അടുത്ത് വയ്ക്കുന്ന ഒരു സിനിമയാണ് സംശയം. രാജേഷ് രവി എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന്റെ സിനിമയാണ്. രാജേഷും സനുവും കൂടി 2 റൈറ്റേഴ്സ് കൂടി എഴുതിയാണ്. ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. അതിൽ സംശയത്തിൽ എന്നെ കൂടാതെ ലിജോ മോള്, ഷറഫുദ്ദീൻ, പ്രിയംവദ, കുഞ്ഞികൃഷ്ണ മാഷ, അങ്ങനെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ് ഉണ്ട്.
അപ്പോൾ സിനിമകൾ മാറ്റാം. കാരണം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അധികം സിനിമയെ പറ്റി വളരെ എനിക്ക് കുശുമ്പുണ്ടാവുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ഞങ്ങൾ സംസാരിക്കുന്ന വണ്ടിയെ പറ്റിയാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ആളുകളുണ്ട്. ഓക്കെ. ഇപ്പൊ ഫിനാൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. ഓക്കെ. ഈ ബൈക്ക്, കാറ് അല്ലെങ്കിൽ ഈ ഓട്ടോമേഷൻ അതുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന ഒരു സുഹൃത്താണ്. ഞാൻ ഒരു വണ്ടിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏത് വണ്ടിയാണെങ്കിലും ഞാനിപ്പോ ഞാൻ റീസെന്റ് വണ്ടി മാറ്റി. ആ വണ്ടി മാറ്റാൻ വേണ്ടി 2 വർഷം എടുത്തു. അത് ഞാനിട്ട് ഇളക്കി ഞാനാണ് ആദ്യമേ ഒരു ഇലക്ട്രിക്കിലേക്ക് പോയാലോ എന്ന് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഞാൻ റോഷൻ പറഞ്ഞോണ്ട് മാത്രം ഇലക്ട്രിക് എടുത്തു. റോഷൻ പറഞ്ഞോണ്ട് മാത്രമാണ്. ഹാപ്പി ആണല്ലോ അല്ലേ? ഓ അടിപൊളിയാ. ഞാൻ ഇനീഷ്യലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നടക്കില്ല. ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചാണ് എടുക്കുന്നത്. അതായത് ഇപ്പൊ വണ്ടി എടുക്കുമ്പോൾ ഞാൻ റോഷനെ പോലത്തെ ആളുകളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും. ഞാൻ ഇതുപോലെ എൻ്റെ അമ്മുമ്മ അമ്മിച്ചമ്മ മരിച്ചുപോയി. അപ്പൊ ഞാൻ ഇതുപോലെ ആദ്യം ഞാൻ ഹോണ്ട സിറ്റിയാണ് വാങ്ങിയത്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആ വണ്ടിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അമ്മിച്ചമ്മ കുറെ നാളായി കേൾക്കുന്നു, ഇപ്പൊ വണ്ടി വാങ്ങുമായിരിക്കും എന്ന് പറയുന്ന പരിപാടി. അപ്പൊ ഞാനും അമ്മയും കൂടി പോയി കഴിഞ്ഞപ്പോ എന്തോ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇവന്റെ കാറ് വാങ്ങാൻ പോണെന്നു. അപ്പൊ എന്റെ അമ്മിച്ചമ്മ എന്നോട് ചോദിച്ചു ഞാൻ ജീവനോടെ ഉള്ളപ്പോ നീ കാറ് വാങ്ങിക്കുമെന്ന് ചോദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ എനിക്ക് ഡൂറായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു അതിപ്പോഴും. കാരണം വിനയ് പുതിയ വണ്ടി മേടിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പോവാത്ത ഷോറൂമില്ല. ഞാൻ ചിലത് ഇഷ്ടപ്പെടുമ്പോൾ വിനയ് ഇഷ്ടപ്പെടില്ല, വിനയ് ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞങ്ങൾ തമ്മില് ഒരു പോയിന്റിലേക്ക് എത്തിയ സമയത്താണ് ഇപ്പോ ഉള്ള സത്യം. കാരണം അതൊരു ഓപ്പൺ കോൺവെർസേഷനാണ്. ആൻഡ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ 100 കാര്യം മണി വാല്യൂ റോഷൻ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര ഹാർഡ് ഉണ്ട് മണിയാണ്. അതെ അതെ. നമ്മള് ഈ പറയുന്ന ഒരാളുടെ ഞാൻ 1 രൂപ വാങ്ങിയിട്ടില്ല ശരിക്കും ഒരു തരത്തിലും ലൈഫില്. അപ്പൊ തന്നെ ഈ മൊമെന്റ് വരെ കേട്ടോ, നാളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ പൈസ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ഒരു പൈസ ചെലവാക്കുമ്പോൾ അതിന്റെ വേർത്ത് ഉണ്ടാവണം. പ്രത്യേകിച്ച് ഒരു വണ്ടി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അറിയാലോ, ഞാൻ ഒരു വണ്ടി പ്രാന്തനല്ല. അപ്പൊ എനിക്കതൊരു ആവശ്യകതയാണ് വണ്ടി. പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇനിയിപ്പോ ഞാനൊരു 10 വർഷത്തേക്ക് എൻ്റെ കുറെ പൈസ ഉണ്ടെങ്കിലും ഞാൻ ഒരു വണ്ടി മാറ്റുന്ന കാര്യം സംശയമാണ്. അപ്പൊ അടുത്തൊരു 10 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്റെ അടുത്ത് പറഞ്ഞത് ഇതൊരു ബെൻസ് ആണ് മേടിച്ചത്, എനിക്ക് കാണുമല്ലോ ഇപ്പൊ. ഒരു ബെൻസ് എടുത്തപ്പോ ഇതെനിക്ക് ബെൻസ് എന്തിനാണ്, ഞാൻ അതല്ല എന്റെ മെയിൻ പ്രയോറിറ്റി, എനിക്ക് എന്റെ ഹോണ്ട സിറ്റി മതി. അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കണം, കാരണം അതൊരു ആവശ്യമാണ്. ഞങ്ങൾ ബെൻസിലല്ല തുടങ്ങിയത്, വേറെ പല ബ്രാൻഡിൽ തുടങ്ങി. ഞങ്ങൾ പോയി അവിടെ വോൾവോ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ചേഞ്ച് ചെയ്തു, BMW പോയി. അവസാനമാണ് ഞങ്ങള് GLC-ൽ എത്തിയത്. പക്ഷെ GLC-ൽ എത്തിയിട്ടും ഞങ്ങൾക്ക് വേറെ പല പ്ലാനുകൾ വന്നു. റെഡ് കളർ എടുത്തു. റെഡ് കളർ എടുത്തിട്ട് അപ്പോഴാണ് ഒരു ആഗ്രഹം തോന്നി, അത് ഞങ്ങളൊന്ന് കളർ മാറ്റി. ഏത് കളറാണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രിക് എടുത്തു, BYD എടുത്തു. അതും ഈ പറയുന്ന പോലെ ഞാൻ MG എടുത്ത സമയത്താണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഞാൻ പറയാൻ എടുക്കുക അറൗണ്ട് ഒരു വർഷം ഞാൻ സംസാരിച്ചു. ഒരു വർഷത്തിന് മുമ്പ്. അപ്പൊ പിന്നെ വിട്ടു. ഒരു വർഷത്തിന് മുമ്പ് ഞാൻ റോഷനോട് സംസാരിച്ച് പിന്നെ 2 മാസം കഴിയുമ്പോ വീണ്ടും വിളിക്കും. അതെ, എങ്ങനെയുണ്ട്, പിന്നെ വേറെ ഏതെങ്കിലും വണ്ടിനെ കുറിച്ച് ചോദിക്കാൻ വിളിക്കും. അങ്ങനെ പക്ഷെ അവസാനം ഞാൻ വിട്ട കേസായിരുന്നു. അതിന്റെ ഒരു ദിവസം നമുക്ക് എന്നാ എടുത്താലോ എന്നെടുത്ത് പറഞ്ഞു. ചാർജിങ്ങിന്റെ കാര്യമൊക്കെ ചോദിച്ചു. എന്താണെങ്കിലും അതും എടുത്തു. ഇനിയും വണ്ടികൾ എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ആസ് ഐ നോ അധികം വരാൻ സാധ്യതയില്ല. എന്റെ ഈ പറയുന്ന പോലെ എന്റെ ഒരു ആവശ്യത്തിന് ഇഷ്ടപ്പെട്ട നിൽക്കണം. അതാണ് അതിന്റെ മെയിൻ കാര്യം. പിന്നെ ഇതൊരിക്കലും ജീവിതത്തിൽ ഒന്നൊരു ഭാരമാകരുത് എന്ന് പറയുന്നത്. കടം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ലോൺ. എന്നോട് ആളുകൾ എന്തെങ്കിലും ഇങ്ങനെ എന്നോടൊരു ഇങ്ങനെ നിങ്ങളൊരു അഡ്വൈസ് തരാനൊക്കെ ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരിക്കലും കടം എടുക്കരുത്. അല്ലെങ്കിൽ ഒരിക്കലും ലോൺ, ഇത് ബാധ്യത എടുത്തു വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നിങ്ങളെ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളൊരു വ്ളോഗർ, അല്ലെങ്കിൽ റോഷൻ വേറെ ബിസിനസ്മാൻ, പല റോള് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ കൊടുക്കേണ്ട ഫോക്കസ് കുറെ കടവും പൈസയും കഷ്ടപ്പാടും കൊണ്ടുപോകും. അപ്പൊ ഏറ്റവും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു സാധനം വാങ്ങുക, അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. ആബ്സല്യൂട്ട്ലി. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമ്മൾ കൂടുതൽ ഈ കടം വീട്ടിൽ എങ്ങനെയാന്നുള്ള ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലും. ലോൺ അടക്കം പെട്ടെന്ന് കിടപ്പിലായി പോയാൽ EMI ഉണ്ട്. കിടപ്പിലായില്ലെങ്കിലും റോഷൻ നമുക്കറിയാലോ, ഒരു ടൈമിൽ നമുക്ക് പൈസ ഉണ്ടാവും, പിന്നെ അടുത്ത ടൈമിൽ നമുക്ക് പൈസ ഉണ്ടാകണം എന്നില്ല. അത് കഴിയുമ്പോൾ ചിലപ്പോൾ പൈസ വരും,
എന്താണെന്ന് പറയാൻ പറ്റില്ല, വളരെ കറക്റ്റ് ആണ്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് വണ്ടി കാണാം. വണ്ടി കണ്ട് എനിക്ക് ആ കളർ ഭയങ്കരമായിട്ട് അങ്ങ് പോകുന്നു. ഗ്രീൻ കളർ ഐഡിയ ആരുടെ എന്റെ അടുത്ത് ആദ്യം വിളിച്ചു എനിക്ക് ഗ്രീൻ കളർ. ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്താണ് ഗ്രീൻ, ഗ്രീനിനോട് ഇഷ്ടം എന്താ? ഗ്രീൻ എന്ന് പറയുമ്പോളേ ഒരു പ്യോ ഗ്രീൻ അല്ല, ഇതിപ്പോ ഗ്രീൻ ആണോ ബ്ലാക്ക് ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരുന്ന ഒരു കളറാണ്. ഇത് റെഡ് നേരെ ഗ്രീനിലേക്ക് വന്നു അല്ലെ? റെഡ് ഒരു കോമൺ കളറായി. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഒരുപാട് പേര് ഈ കളർ ഇനി എടുക്കുന്നത്. റെഡ് ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. രാജീവിന്റെ കുറെ ഐഡിയാസ് ഉണ്ട്, ഇന്നത് ചെയ്താൽ മതി, അത് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു ഈ ഗ്രീൻ, ഞാൻ വന്ന് കണ്ടിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ചെറിയൊരു വണ്ടി ഉണ്ടല്ലോ MG, ഞാൻ പറഞ്ഞു എനിക്ക് മഞ്ഞ രാജീവിനെ തന്നെ ഇനിയിപ്പോ എനിക്ക് പറഞ്ഞു തരണം എങ്ങനെയുണ്ട് രാജീവ്. അടിപൊളിയാ. കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 4-5 ചോയ്സ് പല പല പച്ചകളായിരുന്നു. അപ്പൊ ഞാൻ പറയും ഈ പച്ചയല്ലാട്ടാ, ഈ പച്ചയല്ലാട്ടാ, ഈ പച്ചയല്ല, ജീവാകേണ്ട പച്ച, പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം നമുക്ക് വേണ്ട കറക്റ്റ് കളറ് പുള്ളി കണ്ടുപിടിച്ച് ചെയ്തു. ഓക്കെ, സോ രാജീവ് താങ്ക് യു.